ഗായ്സ്, അപ്പൊ ഇന്ന് മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്, അതും ഏഷ്യ കപ്പ് ഫൈനൽ. ഉള്ളാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് ഏഷ്യ കപ്പ് ഫൈനൽ പോലുള്ള ഒരു ത്രില്ലർ മാച്ച് ആയിട്ടാണെന്ന്? എന്തായാലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഫൈനൽ ഫീൽ തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ ആ സൂപ്പർ ഓവർ ത്രില്ലർ മാച്ച് തന്നെയായിരുന്നു. അതിലെ പാദം നിസംഗയെ കയറി വേണ്ടാതെ ഹർഷിത് റാണ ഇടയ്ക്ക് കയറി ചൊറിയാൻ പോവുകയും ആ റാണ ഉൾപ്പെടുന്ന ഇന്ത്യൻ ബൗളേഴ്സിനെ ഒക്കെ തന്നെ കണക്കിന് പാദം നിസംഗ പ്രഹരിച്ച് എന്തായാലും അദ്ദേഹം വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി തന്നെയായിരുന്നു അദ്ദേഹം കുറിച്ചത്. പിന്നെ സൂപ്പർ ഓവറിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഹർഷ്ദീപ് സിംഗ് ആണെങ്കിൽ 20 ഓവറിൽ ആ 4 ഓവർ സ്പെല്ലും മോശമാക്കി കളഞ്ഞും കൂടി ആ ഒരു ഒറ്റ സൂപ്പർ ഓവറിൽ താരമായി പുള്ളി. പിന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങൾ മനോഹരമാക്കിക്കൊണ്ടുള്ള ഒരു ക്ലച്ച് പ്രകടനം നമ്മുടെ മലയാളി പയ്യൻ തിരുവനന്തപുരം സ്വദേശി സഞ്ജു സാംസണും മിന്നിച്ച് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് കയറി മേഞ്ഞു പോയി. അപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിലോട്ട് വരുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ആ പ്രസ് കോൺഫറൻസിൽ സൂര്യ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ ഞങ്ങൾക്കൊരു എതിരാളികളായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒരു റൈവൽറി എന്നൊക്കെ പറയുമ്പോൾ ഒരു 8 മത്സരം ഉണ്ടെങ്കിൽ അതിൽ 4-4 അല്ലെങ്കിൽ ഒരു 4-3 ഒക്കെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴേ റൈവൽറി എന്നൊക്കെ പറയാൻ പറ്റും. ഇതിപ്പോ ഒരു കളിയൂടെ ഞങ്ങളോട് ജയിക്കാത്ത ഒരു ടീമിന് എങ്ങനെയാണ് റൈവൽസ് എന്ന് പറയാൻ പറ്റുക? ആ വാക്കിനോട് തന്നെ ഒരു ബഹുമാനക്കുറവാണ് അങ്ങനെ പറയും. പിന്നെ റൈവൽറി ആയിട്ടൊക്കെ പലർക്കും തോന്നുന്നത് ഈ യുദ്ധത്തിന്റെ പുറത്താണ്. അതിലും പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ തീർത്തും പരാജയമാണെന്നുള്ള കാര്യം അവര് അക്സെപ്റ്റ് ചെയ്യില്ല. അത് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനിലെ ചില ബൗളേഴ്സ് അവിടെ പിച്ചിൽ കിടന്ന് ഘോരമായിട്ട് കുറെ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് അറിയാലോ. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഈ ഓവർ കോൺഫിഡൻസിൽ നിന്നും മുതിരാതെ നോർമലായിട്ട് ഒരു കളി കളിച്ച് പാകിസ്ഥാനോടെ ജയിച്ച ആ കപ്പും അടിക്കാന്നതേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിട്ട് മറ്റ് 2 മത്സരങ്ങളിലും ഒട്ടും ഒരു തരി കൂടെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ത്യയുടെ ഫോം വെച്ചിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ചുമ്മാ അങ്ങ് തോൽപ്പിക്കുകയും ആ ഏഷ്യ കപ്പ് കിരീടം ഉയർത്തുകയും ചെയ്യും. അതിനപ്പുറം വേറെ ഒന്നുമില്ല.